ഇത്രയും സ്നേഹമുള്ള എൻ്റെ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരിയെ, കുഞ്ഞുമക്കളെ, ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കാനാണ് നമ്മുടെ ദേവാലയം അനുവദിച്ചിരുന്ന ഇടവികാരിയും ഇടവകയിലുള്ള കൈക്കാരന്മാരെയും മറ്റെല്ലാ ഭാഗന്മാരെയും വിശുദ്ധ കുർബാന പ്രത്യേകം ഓർക്കുന്നു. കുർബാനയുടെ പേരിൽ നന്ദി പറയുന്നു. ദൈവം തന്ന ഈ നല്ല സമയത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. കാരണവാനായ ദൈവം നമ്മളെ കാത്ത് പരിപാലിച്ച് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് നമ്മളെല്ലാം ഈ ദേവാലയ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ആശ്രയിക്കുകയാണ്. മൂന്നാമത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കോട്ടയക്കുടുംബത്തിൽ ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളിൽ നിന്ന് മരിച്ചുപോയ പൂർവ്വപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും വേണ്ടിയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുക. പ്രത്യേകമായിട്ട് ജെയിംസ് കോട്ടയിൽ അച്ഛനും മതം പേരമ്മയ്ക്കും പേരമ്മമാർക്കും മൂത്തമാനായ ജെയിംസിനോടാണ് ഈ വിശുദ്ധ കുർബാന പ്രത്യേകം ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലവനാദൈവം പുതിയതായ ക്രിസ്തുവിൻ്റെ രാജകീയ പദവിയിലേക്ക് ചേർക്കണേ. നമുക്കെല്ലാം ശക്തിയോടും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷഭാഗം നമ്മുടെ വിശ്വാസത്തെ പറ്റിയാണ്. നമ്മുടെ സുവിശേഷം പ്രബോധിക്കുന്നത് ഉദിതനായ ക്രിസ്തുവിനെ പറ്റിയാണ്. ക്രിസ്തു ഉദിതനായില്ലെങ്കിൽ നമ്മുടെ പ്രബോധനത്തിൽ അർത്ഥമില്ല, എന്ന് ശൂന്യമാണ്. നമ്മുടെ വിശ്വാസം നിസ്വാർത്ഥമാണ്, അർത്ഥമില്ലായ്മയുള്ളതാണ് വ്യക്തമായി പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 14 വരെ വാക്യങ്ങൾ വായിച്ചിട്ട് ദാസ് മരിച്ച വാർത്ത ക്രിസ്തു അറിഞ്ഞു. താൻ പോകാതിരുന്നത് ദൈവമഹത്വത്തിന് വേണ്ടിയാണ് കർത്താവ് പറയുന്നത്. ഉദിതനായ ക്രിസ്തു മറ്റുള്ളവരെ ഉയർപ്പിക്കാനുള്ള ശക്തി എന്നാണ് ക്രിസ്തു ആ സുവിശേഷത്തിൽ വ്യക്തമാക്കുന്നത്. നമ്മുടെ വിശ്വാസം ഉദിതനായ ക്രിസ്തുവിനാണ്, ക്രിസ്ത്യാനുഭവമാണ്. ആ ക്രിസ്ത്യാനുഭവത്തിലൂടെയാണ് നമ്മുടെ വിശ്വാസത്തിന് ഓരോ ദിവസവും നമ്മൾ മുന്നേറുന്നത്. നമ്മുടെ ജീവിത പ്രശ്നങ്ങളും ജീവിത ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളും ആനന്ദങ്ങളെല്ലാം സമർപ്പിച്ച് ഉദിതനായ ക്രിസ്തുവിനോട് വയ്ക്കാനാണ്. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ മരിച്ച എല്ലാവരെയും ഓർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഉദ്ധാനായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും ഓരോ പഠനങ്ങളിലും നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കായി തൻ്റെ വിശ്വാസം ഉൾപ്പിടിച്ചുകൊണ്ട് വിദൂര സ്ഥലത്ത് പോയി ക്രിസ്തു സുവിശേഷം പ്രബോധിക്കുകയും ആ സുവിശേഷത്തിൻ്റെ രക്തസാക്ഷിയായി ജനിച്ച ദൈവം ഓർക്കാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ജനിച്ച നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും മധ്യസ്ഥപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു മധ്യസ്ഥനാക്കിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കും. രക്തസാക്ഷി വിനയനും വിശ്വസ്തനും സമർപ്പിതനും ക്രിസ്തുവാണ് സർവസ്വവും വിശുദ്ധ കുർബാനയുടെ ആരാധനയും ക്രിസ്തു മാതാവിന്റെ ഭക്തിയും ജീവിതത്തിൽ കാണുന്ന ഘടകമാണ്. അതിനെ ജീവിക്കുന്ന നല്ല വിശുദ്ധ കുർബാനയുടെ ഭക്തി ക്രിസ്തു മാതാവിന്റെ അനിവാര്യമായ സ്നേഹവും വാസനയും നമ്മുടെ കുടുംബാംഗങ്ങളും വരട്ടെ. പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും